ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ആര്യസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് 30 ഡേയ്സിൻ്റെ ഹെയർ ഗ്രോത്ത് ചലഞ്ചുമായിട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തേതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാമെന്നുള്ളതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് പോലെ ടിപ്സോ കാര്യങ്ങളോ പറയുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സ് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇടവിട്ട ദിവസങ്ങളാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതായത് ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മൾ ഹെയർ വാഷ് ചെയ്യില്ല, മറ്റന്നാളായിരിക്കും ഹെയർ വാഷ് ചെയ്യുക. ഈ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ് നമ്മൾ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഹെയർ മാസ്കുകളോ ഹെയർ പാക്കുകളോ ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം നമുക്ക് വീഡിയോസ് ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് വീഡിയോസ് ഉണ്ടാകും. അതായത് ആരും കാണാതിരിക്കരുത്. കാരണം നമുക്ക് മോർണിംഗ് ഹെയർ കെയറും അതേപോലെ തന്നെ നൈറ്റ് ഹെയർ കെയറും ഉണ്ടാകും. മോർണിംഗ് ഹെയർ കെയറിൻ്റെയും നൈറ്റ് ഹെയർ കെയറിൻ്റെയും വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉൾപ്പെടുത്താട്ടോ. ഉൾപ്പെടുത്തുന്ന 2 ലിറ്റർ വെള്ളമെങ്കിലും 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഹെയർ ഗ്രോത്ത് ചലഞ്ചിന് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് വെള്ളം എന്നുള്ളത്. അതുകൊണ്ട് എന്തായാലും വെള്ളം മസ്റ്റായിരിക്കണം. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഫുഡ്, അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ പറയും നമ്മൾ എന്തൊക്കെ ഫുഡാണ് നല്ല രീതിയിൽ കഴിക്കേണ്ട, ഫുഡുകൾ ഏതൊക്കെയാണ്, കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറയും. അതേപോലെ തന്നെ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ കുറച്ച് ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്യുന്നതോടെ പ്രോട്ടീൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം? അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ 1 ആണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഹെവി ആയിട്ടുള്ള പാക്കുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലൊക്കെയുള്ള ഡെഡ്സ്, അതായത് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊരു ഹോട്ട് ഓയിൽ മസാജിങ് ഒക്കെ കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് കഴുകി കളയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ നാളെ ഹെയർ കെയർ, മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്യും. മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഹെയർ പാക്കുകളോ ഹെയർ മാസ്കുകളോ യൂസ് ചെയ്തിട്ട് സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യും. അപ്പോൾ ഞാൻ അധികം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് ഇതുപോലൊരു പാത്രമാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അത്യാവശ്യം നല്ലൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ചൂടാക്കിയ വെള്ളത്തിന് മുകളിലൊക്കെ വെച്ചിട്ട് ചൂടാക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കുക, എങ്ങനെ വേണം ചെയ്യാം. ഡയറക്റ്റ് തീയിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണിത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളിത് അയക്കുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ന്യൂ ബോൺ ബേബിക്ക് മുതൽ എത്ര പ്രായമുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. എൻ്റെ ഇവിടെ എനിക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല ഡീപ്പായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഡീപ്പ് ഹെയർ ഓയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്. ഞാനിപ്പോൾ ഇന്ന ബ്രാൻഡിൻ്റെ എന്നൊന്നും പറയുന്നില്ല. കാസ്റ്റർ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കാസ്റ്റർ ഓയിലാണ് കേട്ടോ നമ്മൾ ഇതിലേ എടുക്കുന്നത്. ഞാനിപ്പോൾ റൂമിൽ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത്. കാരണം ഇവിടെ ബാൽക്കണിയിലാകുമ്പോൾ റോഡ് സൈഡാണ് വീട്. അപ്പോൾ വാഹനങ്ങളുടെ സൗണ്ടൊക്കെ ആകുമ്പോഴേ അപ്പോൾ റൂമിൽ നിന്നാണ്. നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പുറത്തുനിന്നൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ എനിക്കിവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ സൗകര്യത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ 3/1 നിങ്ങളെ കണക്കിനാണ് കേട്ടോ നമ്മൾ ആവണക്കെണ്ണ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെടുക്കുക. അതിന് ശേഷം ഇത് ഡബിൾ ബോയിൽ ചെയ്യുക. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡയറക്റ്റ് തീയിൽ വെക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഡബിൾ ബോയിൽ ചെയ്ത് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി നല്ല രീതിയിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ് മുടികൾ. അപ്പോൾ ഞാൻ എന്താ നല്ലോണം എല്ലായിടത്തും വെളിച്ചെണ്ണയൊക്കെ നല്ല സെറ്റാക്കി ഓയിൽ തേച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് ഇത് തലയിൽ തേച്ച് നല്ല രീതിയിൽ പിടിപ്പിക്കുക. നീരട്ടത്തിൻ്റെ പ്രശ്നമൊക്കെ ആളുകളാണെങ്കിൽ 5 മിനിറ്റ് ഒക്കെ പിടിച്ചാൽ കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നല്ല ഇന്നലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് കാണാം. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുക. നമ്മൾ 1-2 എത്രയാണ് നമ്മൾ ഷാമ്പു എടുക്കുന്നത് അത്രയും ഡ്രോപ്സ് ഷാമ്പു ഈ തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടിട്ടാണ് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് ആദ്യം ഒന്ന് കെട്ടി വെച്ച് മുടി അഴിച്ചിട്ടിട്ട് ആദ്യം ഒരു മഗ് പച്ചവെള്ളം തലയിൽ പറഞ്ഞ് അതൊന്ന് കുതിർക്കുക. അതിനുശേഷം ഇത് കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മസാജ് കൊടുത്തിട്ട് കഴുകി കളയുകയാണ് ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ അതിന് ശേഷം കുറച്ച് ഏതെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നാച്ചുറൽ കണ്ടീഷണർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യുക. അല്ലാതെ ഈ ഒരു മസാജിങ് ഒക്കെ കൊടുത്തത് നല്ല പച്ചവെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി കളയാണ്. അപ്പോൾ നമുക്കിനി കുളിച്ചിട്ട് കാണാം.
അപ്പോൾ ഞാൻ എന്താ നല്ലോണം കുടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തായാലും തലയിൽ ഞാൻ തേച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് അപ്ലൈ ചെയ്യുക. നമുക്ക് എന്തായാലും ഷുവറായിട്ടൊരു മാറ്റം ഉണ്ടാവും. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഡെയിലി നമ്മളൊരു 3 ലിറ്റർ എങ്കിലും അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം കുടിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. വെജിറ്റബിൾസിൽ ചീര, മുരിങ്ങയില, കുക്കുംബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നട്ട്സ്, ഇപ്പോൾ ആൽമണ്ടൊക്കെ, അതേപോലെ തന്നെ കാഷ്യൂ, അതുപോലെ ഗ്രേപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, പിന്നെ വാൾനട്ട് അങ്ങനത്തെ നട്ട്സ് യൂസ് ചെയ്യുക. പീനട്ട് ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഓരോരുത്തർ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഡോക്ടർമാർക്ക് അനുസരിച്ച് ചോദിച്ചിട്ട് കഴിച്ചാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിൽ ചെയ്തിട്ട് എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ആര്യസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.